ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ആക്സസറീസോ റോ മെറ്റീരിയൽസോ ഒന്നും സെയിൽ ചെയ്യുന്നതോ ഉണ്ടാക്കുന്നതോ ഒന്നും ആയിട്ടുള്ളതല്ല. വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന എല്ലാ ലേഡീസിനും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒരേപോലെ യൂസ്ഫുൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കുന്ന വ്യക്തികൾ മാത്രമല്ല കേട്ടോ. വീട്ടിലിരുന്ന് ചെയ്യുന്ന സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന എല്ലാ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും, അതായത് ലേഡീസിന് എസ്പെഷ്യലി അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയാണിത് കേട്ടോ. അപ്പോൾ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ വീട്ടിലിരുന്ന് ചില ആൾക്കാർ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ ഡിഷ് വാഷ്, പൗഡർ, അങ്ങനത്തെ സാധനങ്ങൾ, ക്യാൻഡിൽ മേക്കിങ്, റീസിൻ മേക്കിങ്, അങ്ങനെ പല സാധനങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികളുണ്ടാവും. അതായത് എസ്പെഷ്യലി ലേഡീസ് ഉണ്ടാവും. അവർക്ക് ഫ്രീ ടൈം കിട്ടുമ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ചെറിയൊരു വരുമാനം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും നമ്മുടെ ഇടയിൽ. പക്ഷെ അവർക്കൊക്കെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അവർക്ക് സെയിൽ ചെയ്യാനൊരു സ്ഥലം കിട്ടാത്തതാണ് എല്ലാവർക്കും ഒരു പ്രശ്നം. ഇപ്പം നമ്മുടെ കാര്യം ഹെയർ ആക്സസറീസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അതിനകത്തുള്ള മെയിൻ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഹെയർ ആക്സസറീസ് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഇല്ലാത്തതായിരിക്കും എല്ലാവരുടെയും മെയിൻ പ്രശ്നം. അപ്പം ഞാനൊരു വീഡിയോ ഇടുകയാണെങ്കിൽ തന്നെ അതിൻ്റെ താഴെ ഒത്തിരി ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പൈസ കൊടുത്ത് ഒത്തിരി സാധനങ്ങൾ മേടിച്ചതല്ലാതെ ഇതൊന്നും വിൽക്കാൻ പറ്റുന്നില്ല, സ്ഥലവും ഇല്ല, മീൻസ് ആരും മേടിക്കുന്നില്ല, അങ്ങനെ ഒത്തിരി ആൾക്കാർ പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന, മീൻസ് ഒരേപോലെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോയാണിത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മാക്സിമം ഈ വീഡിയോ ഒന്ന് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇതെന്താ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വഴി എന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ ഹെയർ ആക്സസറീസ് റോ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നതല്ലാതെ അതിൻ്റെ കൂടെ തന്നെ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു, ഞാൻ ഇതേപോലെ കുറച്ച് ഹെയർ ആക്സസറീസ് ഉണ്ടാക്കിയിട്ട് ഞാൻ അറിയുന്ന ഒരാൾ മുഖേന ഒരു കുട്ടിക്ക് ഇത് കുറേ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായി. അപ്പം അവരുടെ വീട്ടിൽ, അതായത് ആ കുട്ടിയുടെ ഗ്രാൻഡ്മ എന്ന് പറയുന്നത് ഈ കുടുംബശ്രീൻ്റെയൊക്കെ വലിയ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം അവർക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ റേറ്റും അങ്ങനെ വലിയ പുറത്ത് കിട്ടുന്ന കൊടുക്കുന്ന ആ ഒരു റേറ്റ് അല്ലല്ലോ എടുത്തിട്ടുണ്ടായി. അപ്പം അവർക്കിത് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അവരാണ് പറഞ്ഞത് ഇങ്ങനെ, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അത് പറയാമെന്നും പറഞ്ഞിട്ട് അവർ നമ്മുടെ വാർഡ് മെമ്പറിലെ, അപ്പോൾ ഏത് വാർഡിലാണോ നമ്മളുള്ളത് ആ വാർഡിലെ മെമ്പറുമായിട്ടാണ് ചോദിച്ചിട്ടുണ്ടായത്. അപ്പം അവരെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളുണ്ടാക്കുന്ന ഹെയർ ആക്സസറീസ് എന്ത് സംഭവമാണോ ചെയ്യുന്നത് അത് ചെക്ക് ചെയ്തിട്ട്, ഈ കുടുംബശ്രീയിലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു വിപണന കേന്ദ്രം എന്നോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം എന്തെങ്കിലും അവരൊരു എന്താ പറയണേ, ഇതെല്ലാം സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സിബിഷൻ പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് തന്നെ കൊണ്ടുവച്ചിട്ട് എക്സിബിഷൻ ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികൾ എൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞിട്ട് അവർ ഇതേവരെ വന്നിട്ടില്ല. അവർക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീങ്ങി പോയിക്കൊണ്ടിരിക്കും. ഇപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളവർ വാർഡ് മെമ്പർ മീൻസ് ഇത്രയും ബിസി അല്ല എങ്കിൽ അവർക്കൊരു പക്ഷേ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സാധനങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്, അതായത് വാർഡ് മെമ്പർ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ബാക്കിയുള്ളവർക്കും ഇതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. കാര്യം വെച്ചാൽ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും സെയിൽ ചെയ്യാൻ പറ്റാത്ത. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. ഈ ഒരു കാര്യം പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ആക്സസറീസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല കേട്ടോ, വീട്ടിലിരുന്ന് ട്യൂഷനൊക്കെ എടുത്ത് കൊടുക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്കും ഇത് ഉപകരിക്കും കേട്ടോ. ഇവർക്ക് മെയിനായിട്ട് വെബ്സൈറ്റൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ ഫോട്ടോസ് ആയത് അവർക്ക് എടുത്തിട്ട് സെയിൽ ചെയ്യാനോ അങ്ങനെയൊക്കെ പറ്റുന്നതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇതെന്താ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ വന്നതൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവരോട് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്. പക്ഷേ അവർ തിരക്ക് കാരണം ഇങ്ങോട്ടേക്ക് വരാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൾക്കാരുണ്ടെന്നറിയാം. അവരെന്താണെങ്കിലും ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.